ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാലയം എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇന്ന് കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. LP, UP, LDC പോലുള്ള പരീക്ഷകൾക്ക് ഇംഗ്ലീഷിൻ്റെ സ്ഥാനം മാർക്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്ന് വൊക്കാബുലറിയിലെ ഒരു ചെറിയൊരു പോർഷനാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അത് നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പഠിക്കുന്നത്. ഓൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്, എത്തിയസ്റ്റ്. ഓൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നതാണ് എത്തിയസ്റ്റ്. ഓൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ്, കാർണിവോറസ്. ഓൺ ഹൂ ഈറ്റ് ഫ്ലഷ്, കാർണിവോറസ്. On who eats human flesh, on who eats human flesh, cannibal. On who eat human flesh, cannibal. On who cannot read and write, illiterate. Read and write, ഒരിക്കൽ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തവരാണ് illiterate. On who knows many language, on who knows many language, linguist അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ എന്നും പറയാറുണ്ട്. ലിംഗ്വിസ്റ്റ് ഓർ മൾട്ടിലിംഗ്വൽ. ഓൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്, എത്തിയസ്റ്റ്. ഓൺ ഹൂ ഈറ്റ് ഫ്ലഷ്, കാർണിവോറസ്. ഓൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബാൾ. ഓൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, ഇലിറ്ററേറ്റ്. ഓൺ ഹൂ നോസ് മെനി ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റ് ഓർ മൾട്ടിലിംഗ്വൽ. ഓൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ്, മനുഷ്യസ്നേഹി. ഓൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ആണ് ഫിലോന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ് ആണ്. ഓൺ ഹൂ ഹെയ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ്, മിസോളജിസ്റ്റ് ആണ്, മിസോളജിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ്, മിസോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓൺ ഹൂ ലീവ്സ് ഓൺ അതേഴ്സ്, പാരസൈറ്റ്. ഓൺ ഹൂ ലീവ്സ് ഓൺ അതേഴ്സ് ആണ് പാരസൈറ്റ്. അപ്പോൾ ഒന്നും കൂടെ പഠിക്കാം. ഓൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ്, മിസോളജിസ്റ്റ്. ഓൺ ഹൂ ലീവ്സ് ഓൺ അതേഴ്സ്, പാരസൈറ്റ്. ഓൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, സൊംനാംബുലിസ്റ്റ്. ഓൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമാണ് സൊംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. ഓൺ ഹൂ ടാക്സ് ഇൻ സ്ലീപ്പ്, സോംനി ലിംഗ്വിസ്റ്റ്. ഓൺ ഹൂ ടാക്സ് ഇൻ സ്ലീപ്പ് ആണ് സോംനി ലിംഗ്വിസ്റ്റ്. ഓൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, സൊംനാംബുലിസ്റ്റ്. ഓൺ ഹൂ ടാക്സ് ഇൻ സ്ലീപ്പ്, സോംനി ലിംഗ്വിസ്റ്റ്. അപ്പോൾ ഓൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് മാൻകൈൻഡ്, മിസാന്ത്രോപ്പിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ്, മിസോളജിസ്റ്റ്. ഓൺ ഹൂ ഹെയ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ്, മിസോളജിസ്റ്റ്. ഓൺ ഹൂ ലീവ്സ് ഓൺ അതേഴ്സ്, പാരസൈറ്റ്. ഓൺ ഹൂ ലീവ്സ് ഓൺ അതേഴ്സ്, പാരസൈറ്റ്. ഓൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, സോംനാംബുലിസ്റ്റ്. ഓൺ ഹൂ ടാക്സ് ഇൻ സ്ലീപ്പ്, സോംനിലിംഗ്വിസ്റ്റ്. ഇനി കുറച്ച് ഓപ്പോസിറ്റിലേക്ക് പോവാം. ആബ്സെൻറ്റ്, പ്രസൻറ്റ്. ആബ്സെൻ്റ് ഓപ്പോസിറ്റ് പ്രസൻറ്റ്. അബണ്ടൻറ്റ്, സ്കേഴ്സ്. അബണ്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് സ്കേഴ്സ് ആണ്. സ്കേഴ്സ്. അബണ്ടൻ്റ് എന്ന് ചോദിച്ചാൽ സ്കേഴ്സ്. അപ്പോൾ ആബ്സെൻറ്റ്, പ്രസൻറ്റ് എല്ലാവർക്കും അറിയാം. അബണ്ടൻറ്റ്, സ്കേഴ്സ്. അക്സെപ്റ്റ്, ഡിക്ലൈൻ. അക്സെപ്റ്റ്, ഡിക്ലൈൻ അല്ലെങ്കിൽ റിഫ്യൂസ്. അക്സെപ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിക്ലൈൻ അല്ലെങ്കിൽ റിഫ്യൂസ് എന്ന് പറയുന്നത്. അവേക്ക് എന്താണ്? അസ്ലീപ്പ്. അവേക്ക്, അസ്ലീപ്പ്. അവേക്കിൻ്റെ ഓപ്പോസിറ്റാണ് അസ്ലീപ്പ്. ബിൽഡ്, ഡിസ്ട്രോയ്. ബിൽഡ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. ബിൽഡ്, ഡിസ്ട്രോയ്. ക്ലെവർ, സ്റ്റുപ്പിഡ്. ക്ലെവർ, സ്റ്റുപ്പിഡ്. ക്ലെവറാണ് അറിയാമല്ലോ, ബുദ്ധിയുള്ള. സ്റ്റുപ്പിഡ്. സ്റ്റുപ്പിഡ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് മണ്ടനായ. ക്ലംസി, ഗ്രേസ്ഫുൾ. ക്ലംസിയുടെ ഓപ്പോസിറ്റാണ് ഗ്രേസ്ഫുൾ എന്ന്. ക്ലംസി, ഗ്രേസ്ഫുൾ ആണ്. ആബ്സെൻറ്റ്, പ്രസൻറ്റ്, അബണ്ടൻറ്റ്, സ്കേഴ്സ്. അപ്പോൾ ആബ്സെൻ്റ് ഓപ്പോസിറ്റ് പ്രസൻറ്റ്, അബണ്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സ് ആണ്. അക്സെപ്റ്റ്, ഡിക്ലൈൻ. അക്സെപ്റ്റ്, ഡിക്ലൈൻ ആണ്. അവേക്ക്, അസ്ലീപ്പ്. അവേക്ക്, അസ്ലീപ്പ്. 2-3 തവണ പറഞ്ഞ് പഠിക്കുക. ബിൽഡ്, ഡിസ്ട്രോയ്. ബിൽഡ്, ഡിസ്ട്രോയ്. ക്ലെവർ, സ്റ്റുപ്പിഡ്. ക്ലെവറിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റുപ്പിഡ്. ക്ലംസി, ഗ്രേസ്ഫുൾ. അടുത്ത് കൺസീൽ. കൺസീലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിവീൽ എന്നാണ്. കൺസീൽ ഓപ്പോസിറ്റ് റിവീലാണ്. ഡീപ്പ്, ഷാലോ. ഡീപ്പ്, ഷാലോ. ഡീപ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഷാലോ. ഡെസ്പയർ, ഹോപ്പ്. ഡെസ്പെയറിൻ്റെ ഓപ്പോസിറ്റ് ഹോപ്പ്. അപ്പോൾ കൺസീൽ, റിവീൽ,
deep, shallow, despair, hope. Conceal, reveal, deep, shallow, despair, hope. Famous, unknown. ഫേമസിൻ്റെ ഓപ്പോസിറ്റ് ആണ് unknown. ഫ്ലോട്ട്, സിങ്ക്. ഫ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിങ്ക് ആണ്. ഫ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റ് സിങ്ക്. ഫേമസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺനോൺ. ഫ്ലോട്ട്, സിങ്ക്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. കേട്ടിട്ടുള്ളതായിരിക്കും എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ഫൗണ്ട്, ലോസ്റ്റ്. ഫൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലോസ്റ്റ്. ഫൗണ്ട്, ലോസ്റ്റ്. ജനറസ്, സ്റ്റിങ്കി. ജനറസ്, സ്റ്റിങ്കി. കൺസീൽ, റിവീൽ, ഡീപ്പ്, ഷാലോ, despair, hope. Conceal, reveal, deep, shallow, despair, hope. Famous, unknown. Float, sink. Export, import. Found, lost. Found, lost. Generous, stingy. ഇനി കുറച്ച് മീനിങ്സ് നോക്കാം. അക്യൂട്ട്, ഷാർപ്പ്. അക്യൂട്ടിൻ്റെ മീനിങ് ആണ് ഷാർപ്പ്. അക്യൂട്ട്, ഷാർപ്പ്. അമിയബിൾ, ലവബിൾ അല്ലെങ്കിൽ ചാമിങ് എന്നൊക്കെ പറയുന്നു. അമിയബിൾ, ലവബിൾ, ചാമിങ്. അക്യൂട്ട്, ഷാർപ്പ്, അമിയബിൾ, ലവബിൾ, ചാമിങ്. ബോണ്ടേജ്, സ്ലേവറി. ബോണ്ടേജിൻ്റെ മീനിങ് ആണ് സ്ലേവറി. അപ്പോൾ അക്യൂട്ട്, ഷാർപ്പ്, അമിയബിൾ, ലവബിൾ, ബോണ്ടേജ്, സ്ലേവറി. കലാമിറ്റി, ഡിസാസ്റ്റർ. കലാമിറ്റി, ഡിസാസ്റ്റർ. കലാമിറ്റി, ഡിസാസ്റ്റർ. അക്യൂട്ട്, ഷാർപ്പ്, അമിയബിൾ, ലവബിൾ ആണ്. ബോണ്ടേജ്, സ്ലേവറി. ബോണ്ടേജ്, സ്ലേവറി. കലാമിറ്റി, ഡിസാസ്റ്റർ. ഡിറ്റസ്റ്റ്, ഹേറ്റ്. ഡിറ്റസ്റ്റിൻ്റെ മീനിങ് ആണ് ഹേറ്റ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എന്നൊക്കെ പറയുന്നു. ഡിറ്റസ്റ്റിൻ്റെ മീനിങ് ഹേറ്റ്, ഡിസ്ലൈക്ക്. ഫേറ്റൽ. ഫേറ്റൽ മീനിങ് എന്താണ്? ഡെഡ്ലി. ഫേറ്റൽ, ഡെഡ്ലി എന്നാണ്. ഫേറ്റൽ, ഡെഡ്ലി. ഗ്രേഷ്യസ്. ഗ്രേഷ്യസ്, കൈൻഡ്, ജനറസ്. ഇപ്പോൾ ഗ്രേഷ്യസിൻ്റെ മീനിങ് എന്താ? കൈൻഡ്, ജനറസ് എന്നൊക്കെയാണ് മീനിങ്. ഗ്രേഷ്യസിൻ്റെ മീനിങ് കൈൻഡ്, ജനറസ് എന്നൊക്കെയാണ്. ഇൻഫാലിയബിൾ, പെർഫെക്റ്റ് അല്ലെങ്കിൽ റിലയബിൾ, ഡിപ്പെൻഡബിൾ എന്നൊക്കെയാണ് മീനിങ്. ഇൻഫാലിയബിളിൻ്റെ മീനിങ് ആണ് പെർഫെക്റ്റ് എന്നും റിലയബിൾ, ഡിപ്പെൻഡബിൾ എന്നൊക്കെ പറയുന്നത് ഇൻഫാലിയബിളിൻ്റെ മീനിങ്സ് ആണ്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റത്തുള്ളൂ. അക്യൂട്ട്, ഷാർപ്പ്, അമിയബിൾ, ലവബിൾ അല്ലെങ്കിൽ ചാമിങ്. ബോണ്ടേജ്, സ്ലേവറി. ബോണ്ടേജ്, സ്ലേവറി. കലാമിറ്റി, ഡിസാസ്റ്റർ. ഡിറ്റസ്റ്റ്, ഹേറ്റ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ഫേറ്റൽ, ഡെഡ്ലി. ഗ്രേഷ്യസ്, കൈൻഡ് ഓർ ജനറസ്. ഇൻഫാലിയബിൾ, പെർഫെക്റ്റ്. റിലയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ. ഇനി കുറച്ച് കളക്റ്റീവ് നൗൺസ് പഠിക്കാം നമുക്ക്. വളരെ ഈസി ആയിട്ടുള്ള കളക്റ്റീവ് നൗൺസാണ് ഞാനിന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ച് തീർക്കുക. ആൻ ആർമി ഓഫ് ഫ്രോഗ്സ്, ആൻസ്, കാറ്റർപില്ലർ, സോൾജേഴ്സ്. അപ്പോൾ ആൻ ആർമി, ആർമി എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുന്നത് ഫ്രോഗ്സ്, കളക്ഷൻ ഓഫ് ഫ്രോഗ്സ്, ആൻസ്, കാറ്റർപില്ലേഴ്സ്, സോൾജേഴ്സ് അതിനൊക്കെ മുന്നിൽ നമ്മൾ ആർമി ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. ആർമിയാണ് ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ ആർമിയാണ്. ഫ്രോഗ്സ്, ആൻസ്, കാറ്റർപില്ലർ ആൻഡ് സോൾജേഴ്സ്. അടുത്ത ആന്തോളജി ഓഫ് പോയംസ്. ആന്തോളജി ഓഫ് പോയംസ്. പോയംസിന് മുന്നിൽ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് ആന്തോളജി. ആന്തോളജി ഓഫ് എന്തേ പറയത്തുള്ളൂ? പോയംസ് എന്നേ പറയത്തുള്ളൂ. ആന്തോളജി ഓഫ് പോയംസ് എന്നാണ് പറയുന്നത്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ഒത്തിരി തവണ വന്നിട്ടുള്ള ചോദ്യമാണിത്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ് ഓർ ജഡ്ജസ്. ബെഞ്ച്, BENCH, ബെഞ്ചാണ്. ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ് ഓർ ജഡ്ജസ്. ഈ ബെഞ്ച് എന്നുള്ള ഈ സ്പെല്ലിംഗ് വരുന്നത് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജസ് എന്നിനാണ് മുന്നിലാണ് വരുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ട്രസ്റ്റീസ്. ബോർഡ് വരുന്നത് BOARD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ട്രസ്റ്റീസിന് മുന്നിലാണ് നമ്മൾ ബോർഡ് എന്നുള്ള ആ ഒരു കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുന്നത്. എ ബ്രേസ് ഓഫ് പീജിയൻസ് ഓർ പിസ്റ്റൾസ്. ബ്രേസ് ഓഫ് പീജിയൻസ് ഓർ പിസ്റ്റൾസ്. ബ്രേസ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുന്നത് പീജിയൻസിന് അല്ലെങ്കിൽ പിസ്റ്റൾസിന് മുന്നിലായിട്ടാണ് ബ്രേസ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻ ആർമി ഓഫ് ഫ്രോഗ്സ്, ആൻസ്, caterpillars, soldiers. An anthology of poems. Anthology of poems. Band of musicians. Band of musicians. Bench of magistrates or judges. Bench of magistrates or judges. Board of directors or trustees. Board of directors or trustees. Brace of pigeons or pistols. ഫ്രണ്ട്ലി ആയിട്ട് പറയണം ഇപ്രാവശ്യം കേട്ടല്ലോ.
എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഓർ ഹേ. ബണ്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കളക്റ്റീവ് നൗണായിട്ട് ബണ്ടിൽ ഉപയോഗിക്കുന്നത് സ്റ്റിക്സ് അല്ലെങ്കിൽ ഹേയ്ക്ക് മുന്നിലായിട്ടാണ്. ക്ലസ്റ്റർ ഓർ ഗാലക്സി ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ ഗ്രേപ്സ് എന്ന് പറയാറുണ്ട്. ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്നും പറയാറുണ്ട്, ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയാറുണ്ട്, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് എന്ന് പറയാറുണ്ട്. ക്ലച്ച് ഓഫ് എക്സ്. ക്ലച്ച് ഓഫ് എക്സിന് മുന്നിൽ ക്ലച്ച് എന്നുള്ള കളക്റ്റീവ് നൗണാണ് ഉപയോഗിക്കുന്നത്. കൊയർ ഓഫ് സിംഗേഴ്സ്. കൊയർ ഓഫ് സിംഗേഴ്സ് കൊയർ ഓഫ് സിംഗേഴ്സ് എന്നാണ് പറയുന്നത്. കോളനി ഓഫ് പീപ്പിൾ ഓർ ആൻസ്. കോളനി എന്നുള്ള കളക്റ്റീവ് നൗൺ നമ്മൾ ഉപയോഗിക്കുന്നത് പീപ്പിളിന് മുന്നിലും ഉപയോഗിക്കാറുണ്ട്, ആൻസിന് മുന്നിലും ഉപയോഗിക്കാറുണ്ട്. എ കമ്പനി ഓഫ് സോൾജേഴ്സ് ഓർ മെർച്ചൻസ്. കമ്പനി എന്നുള്ള കളക്റ്റീവ് നൗൺ നമ്മൾ ഉപയോഗിക്കുന്നത് സോൾജേഴ്സിന് മുന്നിൽ അല്ലെങ്കിൽ മെർച്ചൻസിന് മുന്നിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വാം ഓഫ് ഇൻസെക്ട്സ്. സ്വാം എന്നുള്ള കളക്റ്റീവ് നൗൺ ഇൻസെക്ട്സിന് മുന്നിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വാം ഓഫ് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഓർ ഗീസ് അല്ലെങ്കിൽ ഷീപ്പ് എന്നിവയ്ക്ക് മുന്നിലായിട്ട് നമ്മൾ ഫ്ലോക്ക് എന്നുള്ള കളക്റ്റീവ് നൗൺ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയാം, ഫ്ലോക്ക് ഓഫ് ഗീസ് എന്ന് പറയാം, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയാം. അപ്പോൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ഗീസ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഓർ ഹേ, എ ക്ലസ്റ്റർ ഓർ ഗാലക്സി ഓഫ് സ്റ്റാർസ് ഗ്രേപ്സ്, എ ക്ലച്ച് ഓഫ് എഗ്സ്, a choir of singers, a colony of people or ants, a company of soldiers or merchants, swarm of insects, flock of birds, geese, sheep. Flock of birds, flock of geese, flock of sheep. ഇനി കുറച്ച് ജീവികളും അവയുടെ എങ്ങോൺസുമാണ് നോക്കാൻ പോകുന്നത്. ആസ്, ഡോങ്കി ഇവയുടെ എങ്ങോൺസ് ആണ് ഫോൾ, കോൾട്ട്, ഫില്ലി. ഫോൾ എന്ന് പറയാറുണ്ട്, കോൾട്ട് എന്ന് പറയാറുണ്ട്, ഫില്ലി എന്ന് പറയുന്നതെല്ലാം ആസ് അല്ലെങ്കിൽ ഡോങ്കി ഇവയുടെയൊക്കെ എങ്ങോൺസിനെയാണ് പറയുന്നത്. ബിയർ, കബ്. ബിയറിൻ്റെ എങ്ങോണാണ് കബ്, ബിയർ കബ്. ബഫല്ലോ കാറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ കാഫാണ് എങ്ങോൺ. ബഫല്ലോ കാറ്റിൽ. ക്യാമലിൻ്റെ എങ്ങോൺ കാഫാണ്. എലിഫൻറ്റിൻ്റെ എങ്ങോണും കാഫാണ്. അപ്പോൾ കാഫ് എങ്ങോണായിട്ട് വരുന്ന ജീവികളാണ് ബഫല്ലോ, കാറ്റിൽ, ക്യാമൽ, എലിഫൻറ്റ്. ഇവയുടെ എല്ലാം എങ്ങോൺ കാഫാണ്. കാറ്റ്, കിറ്റൺ. കാറ്റിൻ്റെ എങ്ങോൺ കിറ്റനാണ്. ഡോഗ് പപ്പാണ്. ഡക്ക് ഡക്ലിംഗ് ആണ്. അപ്പോൾ ആസ്, ഡോങ്കി ഇവയുടെ എങ്ങോൺ ഫോള്, കോൾട്ട്, ഫില്ലി. ഫോള്, കോൾട്ട്, ഫില്ലി. ആസ്, ഡോങ്കി ഇവയുടെ എങ്ങോൺ ഫോൾ, കോൾട്ട്, ഫില്ലി. ബിയർ കബ്. ബഫല്ലോ കാറ്റിൽ കാഫ്, ക്യാമൽ കാഫ്, എലിഫൻറ്റ് കാഫ്, കാറ്റ് കിറ്റൺ, ഡോഗ് പപ്പ്, ഡക്ക് ഡക്ലിംഗ്. ഇനി കുറച്ച് ജീവികളുടെ എങ്ങോൺസും കൂടെ നമുക്ക് നോക്കാം. ഈഗിൾ, ഈഗ്ലെറ്റ് ആണ്. ഈഗിളിൻ്റെ എങ്ങോൺ ഈഗ്ലെറ്റ് ആണ്. ഫോക്സിൻ്റെ എങ്ങോൺ കബ്ബാണ്. ലയണിൻ്റെ എങ്ങോൺ കബ്ബാണ്. ടൈഗറിൻ്റെ എങ്ങോൺ കബ്ബാണ്. അപ്പോൾ ഫോക്സ്, ലയൺ, ടൈഗർ ഇവയുടെ എല്ലാം എങ്ങോൺസ് കബ്ബാണ്. ഈഗിളിൻ്റെ ഈഗ്ലെറ്റ് ആണ്. ഫ്രോഗിൻ്റെ എങ്ങോൺ ടാഡ്പോൾ ആണ്. ഫ്രോഗിൻ്റെ എങ്ങോൺ ടാഡ്പോൾ ആണ്. ഫിഷിൻ്റെ എങ്ങോൺ ഫ്രൈ, മിന്നോ. ഫിഷിൻ്റെ എങ്ങോൺ എന്താ? ഫ്രൈ, മിന്നോ. ഫൗളിൻ്റെ എങ്ങോൺ ചിക്കൻ എന്നാണ്. ഫൗളിൻ്റെ എങ്ങോൺ ചിക്കൻ. ഫൗളിൻ്റെ എങ്ങോൺ ചിക്കൻ. ഗോട്ട്, കിഡ്. ഗോട്ടിൻ്റെ എങ്ങോൺ കിഡ്. ഗൂസിൻ്റെ എങ്ങോൺ ഗൂസ്ലിംഗ് ആണ്. ഗൂസിൻ്റെ എങ്ങോൺ ഗൂസ്ലിംഗ്. കങ്കാരുവിൻ്റെ എങ്ങോൺ ജോയ്. കങ്കാരുവിൻ്റെ എങ്ങോൺ ജോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈഗിളിൻ്റെ എങ്ങോൺ ഈഗ്ലെറ്റ് ആണ്. ഫോക്സിൻ്റെ എങ്ങോൺ കബ്. ലയണിൻ്റെത് കബ്. ടൈഗറിൻ്റെത് കബ്. ഫ്രോഗിൻ്റെ എന്താ? ടാഡ്പോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷ് ഫ്രൈ, മിന്നോ. ഫിഷ് ഫ്രൈ, മിന്നോ. ഫൗൾ ചിക്കനാണ്. ഗോട്ട് കിഡ്. ഗൂസ് ഗൂസ്ലിംഗ്. കങ്കാരു ജോയ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.